ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഇന്നലെ ശാസ്താംകോട്ട അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അപ്പോഴേ ഒരു 7:30 ആയി. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് 7:30 പോയിട്ട് ഒരു 10:30 ആയപ്പോൾ നമ്മളിവിടെ തിരിച്ചു വന്നു കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഒന്നും പറഞ്ഞില്ല, അതൊരു ഓർമ്മയെ പോലും ഇല്ലായിരുന്നു. അപ്പോഴൊരു 6:30 ആയപ്പോൾ നമ്മുടെ അണ്ണൻ വന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോകാൻ വരുന്നെങ്കിൽ എളുപ്പം ചടപടയെന്ന് ഒരുങ്ങിക്കോളാൻ. അപ്പോഴെന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോഴും ഞാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കെട്ടുകാഴ്ച ഭയങ്കര കേട്ടോ. ശാസ്താംകോട്ട അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ച കാണണം കേട്ടോ. നമുക്കറിയത്തില്ല, എനിക്കൊന്ന് നേരെ വിളക്കുന്നത് വരെയും കെട്ടുകാഴ്ചയുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ പോയി 10:30 അടുത്ത കെട്ടുകാഴ്ച തീർന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾ പകുതി ആയപ്പോഴാണ് ചെന്നത്. എന്തോ ഒരു കെട്ടുകാഴ്ച, ഒരുപാട് കെട്ടുകാഴ്ചയും ആൾക്കാർ അതിനെക്കാട്ടിലും. എൻ്റെ പോലെ എനിക്കറിയത്തില്ല ഇത്രയും ആൾക്കാരെ എവിടെ നിന്നാണ് എനിക്കറിയത്തില്ല. ഇന്നലത്തെ ഉത്സവം ഭയങ്കര ഈ എല്ലാ വർഷവും 2 സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ കടക്കാരെയൊക്കെ കാണും. പക്ഷെ ഇന്നലെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ കുപ്പികളെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോഴും കുപ്പികളെ എന്നോട് ചോദിക്കുന്ന കൂട്ടുകാർക്ക് ഞാനെന്നാ കുപ്പികളെയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ പോയത് കേട്ടോ. നിങ്ങൾക്കും കൂടെ ഒക്കെ വാങ്ങിച്ച് വെക്കാം എന്നൊക്കെ കരുതിയാണ് പോയത്. പക്ഷെ കുപ്പികളെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. പകരം എന്തേ നമ്മുടെ അണ്ണൻ എനിക്കൊരു കമ്മൽ വാങ്ങിച്ചു തന്നു. അതാ ഇട്ടേക്കുന്നത് കേട്ടോ. ചെയ്യേണ്ട ജിമുക്ക, ഇതിന് ജിമുക്ക എന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്, ജിമിക്കി. ആ ജിമിക്കി കമ്മൽ വാങ്ങിച്ചു തന്നു കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അണ്ണൻ്റെ ഇഷ്ടത്തിനും കൂടെ എടുത്തത് കേട്ടോ. നേരത്തെയൊക്കെ ഇങ്ങനെ ഇതേപോലെ വലിയ കമ്മലിടുമ്പോൾ എന്നെ വഴക്ക് പറയായിരുന്നു. ഇപ്പം പിന്നെ അണ്ണൻ നോക്കിയപ്പോൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കാറ് ഞാത്തിക്കൊണ്ട് നടക്കുന്ന, എന്നാൽ പിന്നെ എൻ്റെ പെണ്ണുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് കാണും. എന്നാലും ചിലപ്പോൾ ഒരു കെറും ദേഷ്യമൊക്കെ വരും കേട്ടോ. അല്ല, എല്ലാവരും ഇപ്പം ഇതേപോലെയുള്ള വലിയ കമ്മലുകളൊക്കെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പം അങ്ങനെ മോള് പറഞ്ഞ അമ്മയ്ക്ക് നല്ലതാണ്. അങ്ങനെ പിന്നെ അവളുടെ കമ്മലുമൊക്കെ അടിച്ചു മാറ്റി ഞാനും ഇടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും, മോക്കും എനിക്കും ഓരോ കമ്മൽ വാങ്ങിച്ചു തന്നു കേട്ടോ. അതേ ഉള്ളൂ വാങ്ങിച്ചു തന്നത്. അവൾക്ക് മോക്ക് ഇത്. ഞാൻ പിന്നെ ഇതുപോലുള്ള വലിയ കമ്മലൊന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെയുള്ളത്. അത് കൊച്ചു വെച്ചല്ലേ, ഞാനിവിടുത്തെ മുട്ട കൊച്ചു വെച്ചാ കേട്ടോ. അവൾ ഇത് വാങ്ങിച്ചു അവളുടെ ഇഷ്ടത്തിന്. എനിക്ക് ഈ ജിമിക്കി കമ്മൽ വാങ്ങിച്ചു തന്നു കേട്ടോ. വേറെ ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ. ഉത്സവത്തിന് പോയി എന്താ വെച്ചാൽ കടക്കാരെ ആരെയും കാണാനില്ല. ഉണ്ടായിരുന്നോ എന്തോ, 2 സൈഡ് അത്രയ്ക്ക് ആൾക്കാരായിരുന്നു. പിന്നെ ഈ ഫ്ലോട്ടെല്ലാം വന്ന് നിരന്ന് ഇങ്ങനെ കിടന്നുകൊണ്ട് ആരെയും കണ്ടില്ല. മറ്റേ ഞാൻ എല്ലാ വർഷവും പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കുമെന്ന് അറിയാവോ. പക്ഷേ ഇപ്രാവശ്യം ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. കുപ്പിവെള്ളം പോലും ഞാൻ വാങ്ങിച്ചില്ല. മറ്റേതൊരു ഉത്സവത്തിന് പോയാലും ഞാൻ മെയിൻ നോക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകുമ്പോഴേ ഇങ്ങനെ നോക്കിപ്പോകും. ഞാൻ എങ്ങനെയാണെന്ന്, അമ്പലത്തിൽ പോകുമ്പോൾ ഞാനിങ്ങനെ 2 സൈഡിൽ കടക്കാരെ നോക്കും. ഇങ്ങനെ എത്തി നോക്കി ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, പപ്പയും മക്കളും പറയും, പപ്പ മക്കളോട് പറയും അവനെ പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ. അവൾക്ക് അത്ര കുഴപ്പമില്ല. ഇവൻ പറയാം, അമ്മേ നോക്കാതെ നേരെ വാമ്മ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഇങ്ങനെ ഇവിടെ ഈ അറ്റം വെച്ച് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കത്തില്ലേ നമ്മൾ, ഒളി കണ്ടാൽ ഇങ്ങനെ നമ്മൾ നോക്കിപ്പോകും കേട്ടോ. ഞാനങ്ങനെ, എനിക്ക് വേറെ ഒന്നും ഇല്ലേലും കുപ്പികളെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിപ്പോവും. പക്ഷെ ഇന്നലത്തെ ദിവസം അങ്ങനെ എത്തി വലിഞ്ഞ് നോക്കാൻ അവിടെ ഒന്നും ഞാൻ കണ്ടില്ല. കടക്കാരുണ്ടോ എന്തോന്നൊന്നും അറിയാൻ വയ്യ. അത്രയ്ക്ക് ആളായിരുന്നു. അപ്പം അമ്പലത്തിനകത്തും കയറാൻ പറ്റിയില്ല. ഇനി പകൽ സമയത്ത് കാണാൻ പോയി അമ്പലത്തിനകത്ത്, അമ്പലം നമുക്ക് ഭഗവാനെ പോയി തൊഴണം. അപ്പോൾ കൊടിയേറി കിടന്നപ്പം എന്താ ഇങ്ങനെ കൊടിയൊക്കെ ഇങ്ങനെ നമുക്ക് കൊടി കയറുമല്ലോ. ആ ഒരു കൊടി ഇങ്ങനെ തെക്കോട്ടാണ് നിന്നതെന്നൊക്കെ പറയുന്നത്. ദോഷമാണ് ഇങ്ങനെ തെക്കോട്ട് നിന്ന് അത് എങ്ങനെ വലിച്ചു കെട്ടിയിരുന്നെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല, നമ്മൾ കണ്ടില്ല കേട്ടോ. ആ കൊടി ഇങ്ങനെ പാറിക്കിടക്കുന്നതേ തെക്ക് വശത്തോട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതിന്. അത് ദോഷമൊക്കെ ആണെന്ന്. പക്ഷേ ഇതുവരെ ദൈവം തമ്പുരാന് ആർക്കും ആപത്തും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല. നമ്മുടെ അണ്ണൻ ശാസ്താംകോട്ടക്കാരനായിട്ടോ. പിന്നെ അണ്ണന് വയ്യായികയൊക്കെ ഉണ്ട്, അല്ലാതുള്ള ആപത്തുകളും കാര്യങ്ങളും ഒന്നും ഇതുവരെയും കേട്ടില്ല കേട്ടോ.
ഇങ്ങനെ വലിച്ച് വേറെ രീതിയിൽ എങ്ങനെയോ വെച്ചേക്കുവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്നും കണ്ടില്ല കേട്ടോ, പറയുന്നതേ ഉള്ളൂ, ഞാൻ കേട്ടില്ല. അപ്പോഴാ അതൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്, പക്ഷെ ഒന്നും കണ്ടില്ല കേട്ടോ. അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല. ഇനി പകൽ സമയത്ത് കാണാൻ പോയി നമുക്ക് ഭഗവാനെ തൊഴാൻ കേട്ടോ. പിന്നെന്താ, എന്തായാലും ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ ഐസ്ക്രീം മസ്റ്റായിട്ട് നമ്മുടെ അണ്ണം വാങ്ങിച്ചു തരും. ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ കൂടുതലാണ്, അതുകൊണ്ടും ഐസ്ക്രീം വേണ്ട, എന്തായാലും 4 ഐസ്ക്രീം വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. ഏത് ഉത്സവത്തിന് പോയാലും അത് എന്തായാലും ഉണ്ട്. പിന്നെ ഞങ്ങൾ എന്താ വാങ്ങിച്ച്, പിന്നെ ഇതിലെ കടലയുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം എനിക്ക്, മസാലയൊക്കെ ഇട്ടുള്ള അത് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് വാങ്ങിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു കേട്ടോ. അതൊക്കെ ഉള്ളു നമ്മുടെ ഉത്സവത്തിൻ്റെ പോക്ക്. അതൊക്കെ പോരെ, നമ്മുടെ അണ്ണൻ്റെ പോക്കറ്റ് കീറാൻ, അല്ലെങ്കിൽ തന്നെ പറയും ഇവിടെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ എൻ്റെ പോക്കറ്റ് കീറുമെന്ന്. അതുകൊണ്ട് ഇന്നലെ 2 കമ്മൽ മാത്രം വാങ്ങിച്ചു തന്ന് കള്ളൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഇനി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കെട്ടുകാഴ്ച, കുറച്ച് കെട്ടുകാഴ്ച, ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് കെട്ടുകാഴ്ച വന്നതൊക്കെ ഞങ്ങൾ എടുത്തു. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല, എന്തോ ഒരു കെട്ടുകാഴ്ചയായിരുന്നു. ഞങ്ങൾ പിന്നെ ഇനി പോന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കെട്ടുകാഴ്ചകളൊക്കെ വന്നതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കെട്ടുകാഴ്ച എന്ന് വെച്ചാൽ കൃഷ്ണനും രാധയാണെന്ന് തോന്നിയത്. അവരിരുന്ന് ഊഞ്ഞാലാടുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൃഷ്ണനും രാധയും അവനും അതാ ഇഷ്ടപ്പെട്ടത് കേട്ടോ. കൃഷ്ണനും രാധയും ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് നല്ല ഭംഗിയാണ്, നല്ല രസം. അത് നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫ്ലോട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് ആരുടെ ആയിരുന്നെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൃഷ്ണൻ്റെയും രാധയുടെയും ഊഞ്ഞാലാടുന്നത് നല്ല ഭംഗിയാണ്. ബാക്കിയുള്ളതും നല്ലതാണ്, നമ്മുടെ ഭഗവാന്റെ തിരുമുമ്പിൽ വരുന്നതെല്ലാം നല്ലതാണ്. എന്നാലും ചിലർക്ക് ചിലതിനോടൊരു ഇഷ്ടം കാണുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൃഷ്ണനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനൊക്കത്തില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് ആ കെട്ടുകാഴ്ചയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. കെട്ടുകാഴ്ച ഇത്തിരി, പിന്നെ ലൈറ്റൊക്കെ കുറവായിരിക്കും, ഉള്ള ലൈറ്റിലൊക്കെ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെയും കൂടെ അമ്പലം പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ഉള്ളു, അല്ലാതെ നമ്മളൊന്നും എടുത്തിട്ടില്ല. രാത്രിയിലല്ലേ പോയത്. അപ്പോൾ ഇനി പകൽ പോകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നാളും കൊണ്ട് വിചാരിക്കുന്നു, നോക്കട്ടെ, നമുക്ക് താമസിയാതെ പോകാം. പിന്നെ നമ്മുടെ കലച്ചേച്ചി ശാസ്താംകോട്ടക്കാരിയാണെന്ന് തോന്നുന്നു. അവിടെ നിന്നപ്പോഴെല്ലാം ഞാൻ നമ്മുടെ കലച്ചേച്ചിയാണ് ഓർത്തത് കേട്ടോ. എനിക്ക് കമൻ്റൊക്കെ അയക്കാറുണ്ടല്ലോ. ആളെ 2-3 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഉത്സവത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. എന്നാലും ഇടയ്ക്കൊക്കെ വന്ന് കമൻ്റൊക്കെ ഇട്ട് തരണേ ചേച്ചി കേട്ടോ. അപ്പോഴേ കമൻ്റ് ഇടുന്നതിനും ലൈക്കൊക്കെ തരുന്നതിനും എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. ഒത്തിരി സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കള വിശേഷങ്ങളൊന്നുമല്ല, കലച്ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ മറന്നുപോയി. ആ കലച്ചേച്ചി ഞാൻ അവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നപ്പോഴും കലച്ചേച്ചി ഓർത്തത്. ഇനി ഏതാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അഥവാ എന്നെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഇനി എന്നെ കാണാതെ പാത്തം നിന്നെയാണോ കള്ളി പെണ്ണേ? എന്നെ എന്തായാലും എന്നെ തിരിച്ചറിയാൻ ഒക്കുമല്ലോ, പക്ഷെ എനിക്ക് ചേച്ചിയെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്നപ്പോഴെല്ലാം ഞാൻ കലച്ചേച്ചിയെ ഓർത്തത് കേട്ടോ. ശാസ്താംകോട്ടക്കാരി ആയതുകൊണ്ട് ഞാൻ ഓർത്ത് കേട്ടോ. അപ്പോഴും നമുക്കിന്ന് ആ കെട്ടുകാഴ്ചയൊക്കെ കുറച്ച് കണ്ടിട്ട് വരാം കേട്ടോ. കുറച്ചേ എടുത്തുള്ളൂ, ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ മൊത്തം ഫുള്ളൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരുപാട് സമയം നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കെട്ടുകാഴ്ചയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ.